ആഗോള വിപണിയുടെ ചുവട് പിടിച്ച് UAE-യിൽ ഇന്നും സ്വർണ്ണവില പുതിയ റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുന്നതാണ് തികച്ച ലോക്കലിൽ ആദ്യം പറയാനുള്ളത്. 24 ക്യാരറ്റ് ഗ്രാമിന് 558 ദിർഹം എന്നുള്ള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലവർധനയിലേക്കാണ് ഇന്ന് വിപണി രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ച ഇത് ഗ്രാമിന് 555 ദിർഹം എന്നുള്ള റെക്കോർഡ് നിരക്കായിരുന്നു. അതിൽ നിന്നും വീണ്ടും ഉയർന്നാണ് ഗ്രാമിന് 558 ദിർഹം എന്നുള്ള രീതിയിലേക്ക് 24 ക്യാരറ്റിന്റെ വില മാറിയിരിക്കുന്നത്. 22 ക്യാരറ്റിന്റെ റേറ്റും അതുപോലെ തന്നെ ഉയർന്നിട്ടുണ്ട്. 514.25 ആയിരുന്നു ചൊവ്വാഴ്ചയെങ്കിൽ അതിപ്പോ 516 ദിർഹം 75 ഫിൽസിലേക്ക് മാറിയിട്ടുണ്ട്. തിങ്കളാഴ്ച ഒറ്റ ദിവസം കൊണ്ട് 24 ക്യാരറ്റ് ഗ്രാമിന് 12 ദിർഹം 50 ഫിൽസ് ഉയർന്നാണ് സ്വർണ്ണവില 555 ദിർഹം 75 ഫിൽസിലേക്ക് എത്തിയിരുന്നത്. 24 ക്യാരറ്റ് സ്വർണത്തിന് ആദ്യമായിട്ടായിരുന്നു UAE-യിൽ 555 ദിർഹം പിന്നിടുന്നത്. ഇതിപ്പോ 560 ദിർഹത്തിലേക്ക് അടുത്തിരിക്കുകയാണ് UAE-യിൽ 24 ക്യാരറ്റിന്റെ സ്വർണ്ണവില. നാട്ടിലും സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലാണ്. ഒരു പവൻ സ്വർണത്തിന് 1,05,302 എന്നുള്ള റെക്കോർഡ് നിരക്കിലാണ് ഇന്ന് സ്വർണ്ണവില രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് 100 രൂപ കൂടി 13,165 രൂപയിലാണ് ഗ്രാമിന്റെ വില. പവനാണ് 800 രൂപ കൂടി 1,05,320 രൂപയിൽ ഇന്ന് വിൽപ്പന നടക്കുന്നത്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇറാനിലും വെനസ്വേലയിലും ഒക്കെയുള്ള അമേരിക്കൻ ഇടപെടൽ അടക്കമുള്ള സാഹചര്യങ്ങളാണ് സ്വർണ്ണവില ഇപ്പോൾ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകളും വിപണിയിൽ സജീവമാണ്. ഈ ഒരു അനിശ്ചിത സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ ആളുകൾ നേരെ സ്വർണത്തിൽ തന്നെയാണ് നിക്ഷേപിക്കുന്നത്. അതും സ്വർണ്ണവില കൂടാൻ കാരണമാവുന്നുണ്ട്. എന്തായാലും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കൂടുന്നത് ആഭ്യന്തര വിപണികളിലും പ്രതിഫലിക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ സ്വർണം വാങ്ങുന്ന രീതിക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. മുമ്പ് നല്ല പവനുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങിയിരുന്നവർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അതാണ് ഇപ്പോൾ പ്രധാനമായും വിപണിയിൽ കൂടുതൽ വിറ്റുപോകുന്നതെന്നാണ് ജ്വല്ലറി രംഗത്തുള്ളവർ പറയുന്നത്. എന്തായാലും കിട്ടാനാവാത്ത ഉയരത്തിലേക്ക് സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുതിക്കും എന്നാണ് വിപണി നൽകുന്ന സൂചന. ഡ്രൈവിങ്ങിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളത് ആവർത്തിച്ച് പോലീസ് സംവിധാനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗ് പലപ്പോഴും നമ്മുടെ ജീവന് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനും വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ ഇതേക്കുറിച്ച് പറയാനുള്ള കാരണം അബുദാബി പോലീസ് പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു വീഡിയോ ദൃശ്യമാണ്. അതില് ഇതുപോലെ അശ്രദ്ധമായി മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് ഒരു ഡ്രൈവർ ഉണ്ടാക്കുന്ന അപകടത്തിന്റെ ഭീകരത ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. മുന്നിൽ പോകുന്ന വാഹനങ്ങളുടെ നിരയിലേക്ക് പിന്നാലെ വന്ന ഒരു കാർ അലക്ഷ്യമായി ഇടിച്ചു കയറുന്ന അപകട വീഡിയോയാണ് പോലീസ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ UAE-യിലെ മിക്ക നിരത്തുകളിലും ഡ്രൈവർമാരുടെ മൊബൈൽ ഫോൺ ഉപയോഗം കണ്ടെത്താൻ റഡാറുകൾ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അശ്രദ്ധമായ രീതിയിൽ അലക്ഷ്യമായ രീതിയിൽ വാഹനം ഓടിക്കുന്നത് പിടിക്കപ്പെട്ടാൽ 800 ദിർഹം പിഴയും അതുപോലെ തന്നെ ബ്ലാക്ക് പോയിന്റുകളും നിങ്ങൾക്ക് ലഭിക്കും. വലിയ അപകടമാണ് നിരത്തുകളിൽ അശ്രദ്ധമായ ഡ്രൈവിംഗ് ഉണ്ടാക്കുന്നത്. അത് ഒഴിവാക്കണമെന്ന് ഈ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അബുദാബി പോലീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ 5ാമത്തെ പാസ്പോർട്ടായി UAE പാസ്പോർട്ട് മാറിയിരിക്കുന്ന കാര്യമാണ് ഇനി പറയാനുള്ളത്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ 2026 പുതിയ പാസ്പോർട്ട് സൂചികയിലാണ് ലോകത്തിലെ ഏറ്റവും 5ാമത്തെ വലിയ പാസ്പോർട്ടായി ശക്തിയുള്ള പാസ്പോർട്ടായി UAE-യുടെ പാസ്പോർട്ട് മാറുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 സ്ഥാനങ്ങളുടെ മുന്നേറ്റമാണ് UAE ഇത്തവണ നേടിയിരിക്കുന്നത്. UAE പാസ്പോർട്ട് ഉടമകൾക്ക് 184 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെയോ വിസ ഓൺ അറൈവൽ സംവിധാനത്തിലൂടെയോ പ്രവേശിക്കാൻ പറ്റും എന്നുള്ളതാണ്. പട്ടികയിൽ 1ാം സ്ഥാനത്ത് സിംഗപ്പൂറാണ്. 192 രാജ്യങ്ങളിലേക്കുള്ള വിസാരഹിത പ്രവേശനമാണ് സിംഗപ്പൂർ പാസ്പോർട്ട് ഉടമകൾക്ക് ലഭിക്കുന്നത്. പട്ടികയിൽ ഇന്ത്യൻ പാസ്പോർട്ടും സ്ഥാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 2026 പുതിയ പട്ടികയിൽ 80ാം സ്ഥാനത്താണ് ഇന്ത്യൻ പാസ്പോർട്ട് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം 85ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് 80ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്.